പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട മുരിയാടിനടുത്തുള്ള ഒരു 4 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിറ്റ് ഔട്ടിൽ നമ്മളൊരു ചെറിയൊരു കോർട്ട്യാർഡ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഒരു പൂമുഖ മോഡലാണ് സിറ്റ് ഔട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതിൽ ഇരിക്കുവാൻ വേണ്ടി ചെറിയൊരു കോർട്ട്യാർഡ് ഏരിയ, ആ കോർട്ട്യാർഡ് ഏരിയയുടെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഷൂ റാക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഷൂ റാക്ക് ബാക്കിലുള്ള സൈഡിലേക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഒരു റെഡ് ബ്രിക്ക് വെച്ചിട്ട് ഒരു ചെറിയ ഡിസൈൻ മോഡലും കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് നമ്മൾ വെച്ചിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ്. ഐലീഫ് ബ്രാൻഡിൻ്റെ ഒരു 120 വിഡ്ത്തിലുള്ള സ്റ്റീൽ ഡോറാണ് നമ്മൾ ഇവിടെ ഫ്രണ്ട് ഡോറായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വാതിൽ തുറന്ന് നമ്മൾ ആദ്യം അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ലിവിങ് ഏരിയയാണ്. ലിവിങ് ഡൈനിങ് ഏരിയ നമ്മൾ റെഡ് ബ്രിക്കും GI പൈപ്പും വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടാണ് പാർട്ടീഷൻ ചെയ്തേക്കുന്നത്. റഫ് റെഡ് ബ്രിക്കിൻ്റെ ടെക്സ്ചറാണ് നമ്മളവിടെ കൊടുത്തേക്കുന്നത്. ഈ യൂണിറ്റിൽ ഒരു ഗ്രേ കളർ ഷെയ്ഡിലുള്ള വാളിൽ നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലൂവർ ടൈപ്പ് ഡിസൈനും ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള TV ഏരിയയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അതുപോലെ ജിപ്സത്തിൽ ഒരു നാരോ ലൈനുള്ള പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്നും പിന്നെ നമ്മൾ കടന്നു വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയയിൽ കണ്ട പോലെ തന്നെ മിനിമലിസ്റ്റിക് രീതിയിൽ തന്നെയാണ് ഡൈനിങ് ഏരിയയും നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ ജിപ്സത്തിൽ ഒരു ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീം തന്നെ നേരിട്ട് കസ്റ്റമൈസ് ചെയ്ത ഹാങ്ങിങ് ലൈറ്റ്സും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു പ്ലാൻസ് ഒക്കെ വെച്ച് നമ്മൾ ആ ലൈറ്റ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് പിന്നെ കടന്നു വരുന്നത് കോർട്ട്യാർഡ്. ഈ വീടിൻ്റെ ഏറ്റവും ക്യൂട്ടായ ഒരു ഏരിയയാണ് കോർട്ട്യാർഡ് ഏരിയ. ആ ഏരിയയിലേക്കാണ്. ആ കോർട്ട്യാർഡ് ഏരിയയിൽ നമ്മളൊരു ആട്ടുകെട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ചുമരുകളിൽ ലാറ്ററൈറ്റ് സ്റ്റൈലിലുള്ള ബ്രിക്സിൻ്റെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പാം ട്രീസ് എല്ലാം വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് കോർട്ട്യാർഡ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്ലോറിൽ മഡിൻ്റെ ടൈൽസൊക്കെ വെച്ച് ആ ഏരിയ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ്. ഫാമിലി ലിവിങ് ചെറിയൊരു സോഫ, അതുപോലെ ഒരു ചെറിയൊരു TV യൂണിറ്റ് ഏരിയ, അതെല്ലാം നമ്മൾ ആ ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡിൽ നിന്ന് നേരിട്ട് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഒരു ഓപ്പൺ തീമിൽ തന്നെയാണ് അവിടുത്തെ ഒരു ഫാമിലി ലിവിങ് നമ്മൾ ചെയ്തേക്കുന്നത്. ഫാമിലി ലിവിങ്, കോർട്ട്യാർഡ്, ഡൈനിങ് ഏരിയ, ഇവ മൂന്നും ഒരേ ദിശയിൽ ഒരേ നേർരേഖയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ബെഡ്റൂമിൽ നമ്മൾ വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി വാളിൽ മൾട്ടിവുഡിൻ്റെ ഒരു ചെറിയൊരു ഡിസൈനും പ്ലൈവുഡിൽ 7 മൺസൂറ പ്ലൈവുഡിൽ ചെയ്ത ഒരു കോട്ടും നമ്മളിവിടെ ഈ ഒരു വാളിനോട് ചേർന്നിട്ട് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ
കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് 2 ഏരിയ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒരു ഏരിയ വാർഡ്രോബ് ഡിസൈൻ 3 ഡോർ വാർഡ്രോബ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏരിയ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് പഠിക്കാനും പിള്ളേർക്ക് പഠിക്കാനും അതുപോലെ എന്തെങ്കിലും ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഈ 2 ഏരിയ ആയിട്ടാണ് നമ്മുടെ ഈ ബെഡ്റൂമിൻ്റെ കോട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് കടന്നാൽ അതൊരു ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടാത്ത രീതിയിലൊരു ഡ്രസ്സിങ് യൂണിറ്റാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഈ ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ നിന്നാണ് നമ്മുടെ ടോയ്ലറ്റിലേക്കുള്ള ഡോറും വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വാള് നമ്മളൊരു ബ്ലൂ കളർ തീമിലാണ് ചെയ്തേക്കുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു കളറാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതിൽ മൾട്ടിവുഡ് വെച്ച് വാള് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മറ്റൊരു സൈഡിൽ, അതായത് വാളിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 5 ഡോർ കബോർഡാണ്, ഒരു വലിയൊരു കബോർഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത് വാർഡ്രോബായിട്ട്. അപ്പോൾ 5 ഡോർ വാർഡ്രോബാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സ്റ്റഡി ഏരിയ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു ഓപ്പൺ തീമിലുള്ള കബോർഡ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തേക്കുന്നത്. സ്റ്റെയർ ഏരിയയുടെ സൈഡിലായിട്ടാണ് വാഷ് ഏരിയ നമ്മൾ ചെയ്തേക്കുന്നത്. ചെറിയൊരു വാഷ് ഏരിയ, റൗണ്ട് ഷേപ്പിലുള്ള ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ വെച്ചിട്ടുള്ള ചെറിയൊരു വാഷ് ഏരിയയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് സ്റ്റെയറിൻ്റെ ഫ്ലോർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ നേരെ കയറി മുകളിലേക്ക് ചെല്ലുന്നത് ചെറിയൊരു ലിവിങ് ഏരിയയിലേക്കാണ്. മുകളിലെ ലിവിങ് ഏരിയയിലേക്കും നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ കോർട്ട്യാർഡിനോട് ചേർന്നിട്ടുള്ളൊരു ഏരിയ, അതിൻ്റെ നേർമുകളിലാണ് നമ്മുടെ ഫാമിലി ലിവിങ് വരുന്നത്. അപ്പോൾ മുകളിൽ നിന്നും നല്ല നാച്ചുറൽ ലൈറ്റ്, ക്ലാസ്സിൽ കൂടെ നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് മുകളിലെ ഫാമിലി ലിവിങ് ഏരിയയും ഉള്ളത്. ആ ഫാമിലി ലിവിങ് ഏരിയയിലാണ് പൂജ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഒരു ഏരിയ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയയാണ് പൂജ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ മറ്റൊരു ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നമ്മളൊരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു വാൾ ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു റൗണ്ട് പ്ലസ് സ്ക്വയർ മിക്സിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നാലാമത്തെ ബെഡ്റൂം, അതിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നമ്മളൊരു ഗ്രേ കളറിലുള്ള ഒരു വാൾ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു താഴെ ചെയ്ത പോലെ തന്നെ ഒരു വാൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് മൾട്ടിവുഡ് കൊണ്ടും പെയിൻറ്റ് കൊണ്ടും കൊണ്ട് നമ്മൾ ഗ്രേ കളറിലുള്ള ഒരു ഡിസൈനാണ് ഈ വീട്ടിൽ ചെയ്തേക്കുന്നത്. ഒരു ബെഡ്റൂമുകളെ പോലെ തന്നെ ഡ്രസ്സിങ് ഏരിയയും അതുപോലെ അതിൽ നിന്നാണ് ടോയ്ലറ്റ് ഏരിയയിലേക്കുള്ള എൻട്രൻസ് ഉള്ളത്.
ടോയ്ലറ്റൊക്കെ എല്ലാം നമ്മൾ 4x2 വലുപ്പത്തിലുള്ള ടൈൽസ് എപ്പോക്സി ഒക്കെ ചെയ്ത് വാൾ മൗണ്ട് ക്ലോസറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചൺ ഏരിയ ആണിത്. ഒരു റെഡ് അതുപോലെ വൈറ്റ് തീമിലാണ് ഈ കിച്ചൺ ഏരിയ ചെയ്തേക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കിച്ചണാണ്. വുഡ് ആൻഡ് ഹോബ്, മൈക്രോവൻ, ഫ്രിഡ്ജ് ഇതെല്ലാം അതിൻ്റെ പൊസിഷനിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാളുകളിൽ നമ്മളൊരു വൈറ്റ് കളറിലുള്ള തീമിലുള്ള ടൈൽസാണ് കിച്ചൺ വാളിൽ നമ്മൾ ചെയ്തേക്കുന്നത്. പുൾ ഔട്ട്, ഡ്രോവേഴ്സ് എല്ലാം ഈ കിച്ചണിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കിച്ചണോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കൂടി നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ വൈറ്റ് റെഡ് തീമിൽ തന്നെയാണ് ആ ഒരു ഏരിയയിലത്തെ കബോർഡ്സും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് രമ്യ എന്നാണ്. എൻ്റെ ഇവിടെ വീട് സ്ഥലം മുരിയാട്. അടുത്ത് തന്നെ അനന്തപുരം ശ്രീകൃഷ്ണ സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ടീച്ചറായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് സനൂപിനെ പരിചയം എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ പണി ആൾ തന്നെയാണ് ചെയ്തത്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പോൾ അങ്ങനെയാണ് പരിചയം. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ വീടിനെ പറ്റി ആലോചിച്ചപ്പോൾ സനൂപിനെ തന്നെ ഞാൻ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ പ്ലാനും ഒക്കെ എല്ലാം ഞങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചെല്ലാം ഇതാക്കി തന്നു. അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് ആള് ഓരോ റൂമും ഫിനിഷിങ് സ്റ്റേജിൽ ആകുമ്പോൾ ഫൈനലായിട്ട് എങ്ങനെയായിരിക്കും ഓരോ റൂമും വരിക അങ്ങനെയുള്ളതൊക്കെ ശരിക്കും കൃത്യമായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ തന്നെ നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ആവശ്യമുള്ള സജഷൻസ് ഒക്കെ മറ്റുള്ളത് എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വരുത്തണം അതൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ ഇതായിരുന്നു. ഞങ്ങളത് പിന്നെ ടൈമിന് തന്നെ എല്ലാം പൂർത്തിയാക്കാനും പറ്റിയ ഒട്ടും അങ്ങനെ ലാഗൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ അതുകൊണ്ട് ചെയ്യണം. നേരത്തൊക്കെ ഞങ്ങൾ വിചാരിച്ചു അത്ര ഭംഗിയാവില്ല. എൻ്റെ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ വിചാരിക്കും ഇതെന്താ ഉദ്ദേശിക്കണേ. പക്ഷെ ഇത് ചെയ്തു വന്നപ്പോൾ ആൾ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല രസമായിട്ടും നല്ല ഭംഗിയായിട്ട് സംഭവം റെഡിയായി. പിന്നെ പറയണ പോലെ കളർ കോമ്പിനേഷൻ ആയാലും നമുക്ക് നല്ല ഫ്രീഡം തന്നത് എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ ആളതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ എല്ലാം നല്ല സ്മൂത്തായി പോയി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആള്. അതേപോലെ അവരൊക്കെ പറയുന്നുണ്ടായി ഇതാണ് അടിപൊളി സ്ഥലം, അതായത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഈ മറ്റേ മണ്ണിൻ്റെ ഇതും അതേപോലെ ബ്രിക്ക് ആയാലും ഭയങ്കര വെറൈറ്റി ആയി. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കാനായാലും എല്ലാത്തിനും ഇവിടെയാണ് മെയിൻ സ്ഥലം. ഊഞ്ഞാലടി ഇരിക്കലും അങ്ങനെ നല്ല രസമുണ്ട്. ഇതൊരു വെറൈറ്റി, ഇതാണ് മെയിൻ പാർട്ടായിട്ട് തോന്നിയത്. രസമായിട്ട് റൂമൊക്കെ ആദ്യം പ്ലാൻ കണ്ടപ്പോൾ അതുപോലെയൊക്കെ ആവുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ വിചാരിച്ചേക്കാളും ഭംഗി ചെയ്തൊക്കെ. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വരും വരേക്കും ബൈ ഫ്രം സനൂപ് ബാബു.